Hi all, എല്ലാവർക്കും അബീറ്റ് പിന്നക്കിൾ അക്കാദമിയിലേക്ക് സ്വാഗതം. അടുത്ത ദിവസം നമ്മുടെ ഏത് എക്സാമിനേഷൻ ആണ്? +1 കുട്ടികൾക്ക് അറിയാം, മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ ആണ് അല്ലേ? ഇപ്പൊ കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്, വളരെ പാടായിട്ടൊന്നുമില്ല. വൺ വേർഡിലും അതുപോലെ പെട്ടെന്ന് തന്നെ എഴുതി കഴിയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ന് അറിഞ്ഞു. വളരെ സന്തോഷം. നിങ്ങൾ നന്നായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. എഴുതി കാണുന്നവർക്ക്, അത് നന്നായിട്ട് എഴുതിയവർക്ക് നല്ലൊരു മാർക്കും നല്ലൊരു സ്കോറും അതുപോലെ A+ ലെവലും ഫുൾ മാർക്ക് കിട്ടാൻ ദൈവം ഈശ്വരനോട് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറച്ച് പേർ ചിലപ്പോൾ അവിടെ വീണ് പോയിട്ടുള്ളവർ ഉണ്ടായിരിക്കാം അല്ലേ? എനിക്ക് വല്ലാട്ടിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അത്രയും അങ്ങോട്ട് എഴുതാൻ പറ്റിയില്ല എന്നുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ അതിൽ വിഷമിക്കരുത്. കാരണം നമുക്ക് ആ ഒരു പേപ്പർ അല്ല, ഇനിയുണ്ട് എക്സാമിനേഷനും പേപ്പറുകളും എഴുതാനായിട്ട്. മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്, ലാംഗ്വേജുകളുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു പേപ്പറിൽ ഉണ്ടായ തെറ്റുകുറ്റങ്ങളെ അതിൽ നിർത്താതെ അടുത്ത എക്സാമിനേഷന് വേണ്ടി എന്ത് ചെയ്യുക? പോരാടുക, മാക്സിമം പഠിക്കുക. എനിക്ക് അവിടെ എഴുതാൻ പറ്റാഞ്ഞത് അടുത്ത എക്സാമിനേഷൻ നല്ലൊരു മാർക്ക് മേടിച്ച് മുന്നോട്ടെത്തിക്കുക. കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന്റെ കാര്യം കഴിഞ്ഞു. നമ്മളിനി അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ എഴുതി, നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ അധ്യാപകന്റെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അവർ വാല്യൂ ചെയ്യുക എന്നൊരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി അതിൽ ഞാൻ എഴുതാൻ പറ്റാത്തതിൽ വിഷമിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അത് നമ്മുടെ ബാക്കിയുള്ള എക്സാമിനേഷനെ എന്ത് ചെയ്യത്തേ ഉള്ളൂ? അത് ബാധിക്കത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതിനെ അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം, അതിനെ അങ്ങോട്ട് വരുന്ന ഏത് എക്സാമിനേഷൻ ആണെങ്കിലും അതിനെ ഉപേക്ഷിച്ചതിന് ശേഷം അടുത്ത എക്സാം ഏത് പേപ്പറാണ് നിങ്ങൾക്കുള്ളത് ആ പേപ്പറിന് വേണ്ടി പഠിക്കുക. അതിപ്പോ ഏത് വിദ്യാർത്ഥിയാണെങ്കിലും, സയൻസ് സബ്ജക്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല, ഇപ്പൊ കാണുന്ന ഏതൊരു വിദ്യാർത്ഥികളാണ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ കഴിഞ്ഞ എക്സാമിനേഷൻ കഴിഞ്ഞു, അത് മാറ്റിവെക്കുക. അടുത്ത എക്സാമിന് വേണ്ടി അവിടെ നിങ്ങൾക്ക് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും മറികടക്കുന്ന രീതിയിൽ അവിടെ പഠിച്ച് എന്ത് ചെയ്യുക? എക്സാമിന് എഴുതുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് കിട്ടിയിരിക്കും. ഇനി കെമിസ്ട്രി പറ്റിയ അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ സബ്ജക്റ്റിൽ പറ്റിയ അബദ്ധങ്ങളോ നമുക്കിനി അടുത്ത വർഷത്തെ എക്സാമിനേഷൻ ഉണ്ട്. അടുത്ത വർഷം ഉദ്ദേശം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്ന +2 ആ എക്സാമിനേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ നികത്തിയെടുക്കണം, അവിടെ നന്നായിട്ട് മാർക്ക് മേടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ല അതിനെക്കുറിച്ച് വിഷമിക്കുക എന്നൊരു കാര്യം ഇപ്പോഴേ ഒഴിവാക്കിയേക്കുക. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ എക്സാം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു കുറച്ച് സമയം ഞാൻ പറഞ്ഞതിന് ശേഷം എന്തായാലും പോയേക്കാം. നിങ്ങൾ ഒരുപാട് ഒന്നും ആക്കുന്നില്ല, എല്ലാവരും മുഴുവനായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞേക്കാം, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, ബെൽ ഐക്കൺ കൂടി കൊടുത്തേക്കുക. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ അടുത്ത ദിവസം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മൾ 1.5 വർഷത്തോളം കാലഘട്ടമായി പഠിച്ചുകൊണ്ടിരുന്ന, ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചുകൊണ്ടിരുന്ന, സ്കൂളിന്റെ പടികൾ കാണാത്ത വിദ്യാർത്ഥികൾ, ആദ്യമായി പടികൾ പലരും കണ്ട് ചിലപ്പോൾ എക്സാമിനേഷൻ ആയിരിക്കാം. അങ്ങനെ കണ്ടുവരുന്ന വിദ്യാർത്ഥികളുടെ അടുത്തൊരു എക്സാമിനേഷൻ ആണ്, സയൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നെക്സ്റ്റ് എക്സാമിനേഷൻ ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. 16 ചാപ്റ്ററുകളുമായുള്ള ഒരു യുദ്ധം നിങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായി അല്ലേ? ഒരുപാട് മാസങ്ങളായി. ആദ്യത്തെ കുറെ മാസങ്ങൾ നിങ്ങൾ ചാപ്റ്ററിന്റെ ഫുള്ള് പഠിച്ചു വന്നു. സെറ്റിന്റെ മൊത്തവും പഠിച്ചു കാണും, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷന്റെ മൊത്തവും പഠിച്ചു കാണും, ട്രിഗണോമെട്രി മൊത്തവും പഠിച്ചു കാണും. എല്ലാ കാര്യം പഠിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അവസാനം നമുക്ക് എന്ത് കിട്ടി? ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തന്നു. അപ്പം ഈ 16 ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റുകളെയും ഒന്ന് ചുരുക്കിയവർ, ചാപ്റ്ററുകളെ കളഞ്ഞിട്ടില്ല എങ്കിലും ആ 16 ചാപ്റ്ററിൽ പഠിക്കേണ്ട കണ്ടന്റുകളെ അവരെന്ത് ചെയ്തു? അങ്ങ് കുറച്ച് വന്നു. നമുക്ക് നമ്മുടെ ആ വലിയൊരു ഭാരം അവർ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരിക്കാം, ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്തവരും കാണും. അതൊക്കെ നിർത്തുക, പഠിക്കുക, മാക്സിമം ഫോക്കസ് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം മറന്നു പോകരുത്. ഈ വീഡിയോ കാണുന്ന ഓരോ വിദ്യാർത്ഥികളും, അത് ഏത് സബ്ജക്ട് പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ തന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചിലപ്പോൾ അപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കാം, ഉറപ്പൊന്നുമില്ല. ഈ എക്സാമിന്, ഈ ഫൈനൽ എക്സാമിന് മുമ്പ് ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ പരീക്ഷ ഹാളിലേക്ക് പോകാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളോട് പറയുകയാണ് എന്ത് ചെയ്യുക. ഇത് ഏത് എക്സാം എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്, PDF രൂപത്തിൽ കയ്യിൽ കിടപ്പുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ പേപ്പർ മിനിമം ഒരു വട്ടമെങ്കിലും അത് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് നോക്കി ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ മൊത്തവും എക്സാം ഹാളിലേക്ക് പോകാവുള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. കാരണം അതിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അതൊരു മോഡൽ രീതിയിൽ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നോക്കാതെ പരീക്ഷ ഹാളിലേക്ക് പോകരുത്. അപ്പൊ 16 ചാപ്റ്ററുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു മൽപ്പിടുത്തം, ആ യുദ്ധം അവസാനിക്കാനായി പോവുകയാണ്. ഇവിടെ നമ്മുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ കഴിയുമ്പോൾ. അപ്പോൾ ആ യുദ്ധത്തിൽ ആ മാത്തമാറ്റിക്സ്
സബ്ജക്റ്റ് ജയിക്കുമോ നിങ്ങൾ ജയിക്കുമോ എന്നുള്ള തത്രപ്പാടിൽ നിൽക്കുകയായിരിക്കും. നിങ്ങൾ ജയിക്കണം, സബ്ജക്റ്റ് അവിടെ നിൽക്കണം. സബ്ജക്റ്റിലെ കണ്ടന്റുകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ എക്സാമിനേഷൻ പേപ്പറിൽ എഴുതി നമുക്ക് ഇടുന്ന മാർക്കിൽ നമ്മൾ എന്തായി നിൽക്കണം? സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമുക്കതിന് മാർക്ക് കിട്ടണം. മാത്തമാറ്റിക്സ് ഒരു ഭാരമുള്ള അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാത്ത സബ്ജക്റ്റ് ഒന്നുമല്ല. സാധിക്കും, സാധിച്ചിരിക്കും. അത് നമ്മൾ തീരുമാനിക്കണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള തീരുമാനം നിന്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നേടിയിരിക്കും. ഇല്ലാത്തവർ ഉണ്ടാക്കിയെടുക്കണം ആ ഒരു സ്പാർക്കിനെ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ഒരു മോട്ടിവേഷൻ രൂപത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരാൾക്ക് ഇപ്പൊ കാണുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും ഏത് പ്രായമന്യേന ഏത് വ്യക്തി കണ്ടാലും അവരുടെ ഉള്ളിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. ആ സ്പാർക്കിനെ നിർത്തിക്കൊണ്ടു പോവുക. അതായത് ഞാനൊരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം അത് ആര് പറഞ്ഞാലും, ഏതൊരു അധ്യാപകൻ പറഞ്ഞാലും, ഏതൊരു വ്യക്തി നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ പറയുന്ന കാര്യം, നല്ലത് പറയുന്ന വ്യക്തി പ്രത്യേകിച്ച് പറയാണ് കേട്ടോ, ഏതൊരു വ്യക്തി നമുക്ക് പറയുന്ന നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നത് പഠിക്കാൻ പറഞ്ഞ ടൈമിൽ പഠിക്കുക എന്നുള്ള കാര്യവും ആ സ്പാർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ അംബീഷൻ, എനിക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം എന്ത് ചെയ്യണം? യാഥാർത്ഥ്യമാക്കിയെടുക്കണം. എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാകണം. നമ്മൾ കയറുന്ന ഏതൊരു ബസ്സാണെങ്കിലും അതിനൊരു എൻഡ് അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ ഒരു സ്റ്റോപ്പ് എന്നൊരു നിശ്ചയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ യാത്ര ചെയ്തു പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു നിശ്ചിതമായ ഒരു എൻഡിങ് നമ്മുടെ ഉള്ളിൽ പ്ലാൻ ഉണ്ടായിരിക്കും. മറ്റോട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി, എനിക്കൊരു അംബീഷൻ ഉണ്ട്, എനിക്ക് ഇന്നടത്ത് എത്തണം, ഒരു ഡോക്ടർ ആകണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫസർ അധ്യാപകനായിട്ട് മാറണം, എനിക്ക് അതിനുവേണ്ടി ഇന്ന പടികൾ ചേർണം, അല്ലെങ്കിൽ എനിക്ക് സിവിൽ സർവീസ് ഒരു കളക്ടർ ആവണം. നല്ല തീരുമാനങ്ങളൊക്കെയാണ്. അതിന് ആരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഏതൊരു വിദ്യാർത്ഥിക്ക് നേടാൻ പറ്റുന്ന സർവീസാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ. ജനസേവനം മുന്നോട്ട് ഇറങ്ങുന്ന ഓരോ മനസ്സിലുള്ള ഓരോ കുഞ്ഞു ഹൃദയങ്ങളിലും അത് ഉണ്ടാകണം ഇപ്പോഴേ. അതുകൊണ്ട് എന്തിനാണ് അതിനുവേണ്ടി പഠിക്കണം, ഒരു സിസ്റ്റമാറ്റിക്കായി പഠിക്കണം. അത് നിങ്ങൾ പുറത്ത് പറയണമെന്നില്ല, നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കണം. പക്ഷേ ഓരോ സ്റ്റെപ്പും നിങ്ങൾ മുന്നോട്ട് നോക്കണം. അതായത് നിങ്ങളിപ്പോൾ എഞ്ചിനീയർ അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ ഒരു സിവിൽ സർവീന്റ് അങ്ങനെ ആകണമെന്നുള്ളവർ ഇപ്പോഴേ ചിന്തിക്കണം, എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്തെടുക്കണം? ഒരു ഡിഗ്രി എടുത്തേ പറ്റത്തുള്ളൂ. സോ ഡിഗ്രി ഞാൻ MBBS എടുത്ത കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എനിക്കൊരു MBBS ഡിഗ്രിയും കിട്ടും, എനിക്ക് അതിനും പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് MBBS വേണ്ട, സാധാരണ ഡിഗ്രി എടുത്താൽ മതി, ഞാൻ ഒരു സബ്ജക്ട് ഡിഗ്രി എടുക്കുന്നു, ശേഷം ഞാൻ എന്തിനു പ്രിപ്പയർ ചെയ്യുന്നു? സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആണ്. അപ്പൊ ഓരോ നിങ്ങൾ പടിയാണെങ്കിൽ ചിന്തിച്ചു വെക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? മുന്നോട്ട് ഇറങ്ങി വരിക. 16 ചാപ്റ്ററിന്റെ പഠിത്തം നിങ്ങൾ എവിടം വരെ ആയിട്ടുണ്ട് എന്ന് എനിക്ക് ഇതുവരെ ചോദിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓരോരുത്തരുടെയും ഉത്തരങ്ങൾ ചിലപ്പോൾ എനിക്ക് കമന്റ് ആയിട്ട് കാണാൻ സാധിക്കുമായിരിക്കാം. എങ്കിലും നിങ്ങളുടെ പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. നമ്മുടെ കയ്യിലുള്ള മണിക്കൂറുകളാണെങ്കിലും മിനിറ്റുകളാണെങ്കിലും അതിനെ നമ്മൾ നല്ലതുപോലെ ഉപയോഗിച്ച് എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സന്തോഷിക്കണം. ഒരു പുഞ്ചിരി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഇത് കണ്ട ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റും, അത് ഉണ്ടാകണം. ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ആ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മിനിമം ഒരു വട്ടമെങ്കിലും ചെയ്ത് പഠിക്കാതെ പരീക്ഷ ഹാളിലേക്ക് പോകരുതേ. കഴിഞ്ഞതിനെ കഴിഞ്ഞു, ഇനി വരാനുള്ളതിലേക്ക് ഞാൻ നോക്കുന്നത്. അതിലെ ഓരോ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കി പോവുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ മുഖത്തും ഒരു പുഞ്ചിരി അനുഭവപ്പെടും. ഞാൻ പഠിച്ചതാണ്, എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ളത്. അതിലാണ് എൻ്റെ സന്തോഷവും. പിന്നൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്കിത് അറിയത്തില്ല, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ വിടുക. ആ ക്വസ്റ്റ്യൻ കളഞ്ഞേക്കുക, അടുത്തതിലേക്ക് പോവുക. അല്ലാതെ അതെങ്ങനെ ചെയ്യും, അത് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊരു ചിന്ത വെക്കരുത്. ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റി നിർത്തുക. അറിയാവുന്നതിലേക്ക് ജമ്പ് ചെയ്ത് പോയി അത് എഴുതി കൊണ്ടുവരിക. ശേഷം അവസാനം ടൈം ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ അല്ലെങ്കിൽ വിട്ടേക്കുക. വെറുതെ എന്തിനെ കൊണ്ട് നമ്മുടെ ഉള്ള സമയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ആവശ്യമില്ല. ഓക്കെ, 16 ചാപ്റ്ററിനെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മളിലേക്ക് എത്തിയപ്പോൾ അതെന്തായി? ചുരുക്കി കിട്ടി അല്ലേ? ആ ചുരുക്കി കിട്ടിയ ആ ഒരു ചുരുങ്ങിയ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. മാത്തമാറ്റിക്സ് ആണ്, സോ അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഓരോ കണക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് നേടാൻ കഴിയും, ഉറപ്പുള്ള കാര്യം. നിങ്ങൾ സാധിച്ചിരിക്കും. എനിക്ക് ആ മാത്തമാറ്റിക്സ് പഠിക്കണം, മാർക്ക് വേണോ നീ തീരുമാനിച്ചാൽ, ഈ കാണുന്ന ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ നിങ്ങൾ അത് നേടിയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പാണ്. ഈ +1 എക്സാമിനേഷൻ കഴിയുമ്പോൾ ഈ കാണുന്ന ഏതൊരു വിദ്യാർത്ഥിയും മനസ്സാൽ ഒരു പുഞ്ചിരി ഉണ്ടാകും. ഞാൻ പറയുന്ന പോലെ ചെയ്ത് മുന്നോട്ട് വന്നാൽ, ഒന്ന് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക.
നമുക്ക് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. മാത്തമാറ്റിക്സിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാത്സിന് ഒരു കണക്ക് ചെയ്യാൻ ഒരു രൂപമല്ല ഉള്ളത്, പല രൂപമുണ്ട്. പല അധ്യാപകരും പല വ്യക്തികളും പഠിപ്പിക്കുന്ന പല രൂപത്തിലുമായിരിക്കും. അതൊന്നും തെറ്റല്ല, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം അങ്ങനെ പറയാനുണ്ടായ കാര്യം, എല്ലാം കൂടെ എടുക്കുമ്പോൾ എല്ലാ സ്റ്റെപ്പുകളും നമ്മുടെ മനസ്സിൽ ഓർത്തു വെക്കണമെന്നില്ല. സോ അതുകൊണ്ട് അതിനെ പിന്നെ ഒരു എന്നെ കൊണ്ട് പറ്റുന്നില്ല, ചെയ്യാൻ പറ്റത്തില്ല എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സിമ്പിളാണെന്ന് തോന്നുന്നത്, ഒന്നെങ്കിൽ ഞാൻ പഠിപ്പിച്ചതായിരിക്കാം, അത് മറ്റേതെങ്കിലും അധ്യാപനം പഠിപ്പിച്ചതായിരിക്കും, അത് ഏതാണെങ്കിലും ഏതൊരു സ്റ്റെപ്പാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ എന്ന് തോന്നുന്ന ഏത് സ്റ്റെപ്പാണോ അത് എടുക്കുക, അത് വെച്ച് പഠിക്കുക. അതാണ് ബെറ്റർ. കാരണം ഒരു കണക്ക് ചെയ്യാൻ പല സ്റ്റെപ്പുകളും പല രീതികളും ഉണ്ട് എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കൂടെ പഠിച്ചു വെച്ചുകൊണ്ട് പോകരുത്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഏതെങ്കിലും ചെയ്ത് കിട്ടുന്ന ഉത്തരം, രണ്ട് രൂപത്തിൽ ചെയ്താലും കിട്ടുന്ന ഉത്തരം എന്താ, തുല്യമായിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. ഉത്തരം തെറ്റിയപ്പോൾ തെറ്റ് തന്നെ, അത് വേറൊരു കാര്യം. നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിന്റെ രീതികൾ മാറിയാലും അവസാനം കിട്ടുന്ന ഉത്തരത്തിൽ എന്ത് വരുത്തില്ല, മാറ്റം വരുത്തില്ല. അത് ഓർമ്മയുണ്ടായിരിക്കണം. ഓർമ്മയോടൊപ്പം തന്നെ ചെയ്ത് പഠിക്കുക. മറ്റൊരു കാര്യം, മറ്റുള്ള ഒരാളുടെ നെഗറ്റിവിറ്റി നോക്കരുത്. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുക. എന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ അത് കാണുന്ന വ്യക്തികളാണെങ്കിൽ പലർക്കും ഒരു മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കാം, ഞാൻ ഇത്രയും നാളൊന്നും പഠിച്ചില്ല, എന്നെക്കൊണ്ട് സാധിക്കുമോ, പറ്റത്തില്ലെന്ന ചിന്തയുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറയുന്നു, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നീ ഇത്ര നാളും പഠിച്ചില്ലല്ലോ, എന്ത് കിട്ടാന്നൊക്കെ ചോദിക്കുക. അതൊക്കെ കളയുക. പറ്റും. ഒരു ദിവസം നീ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ പോലും നിനക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോക്കസ് ഏരിയയാണ് മാത്തമാറ്റിക്സിനുള്ളത്. സോ അതുകൊണ്ട് അതുപോലെ കഷ്ടപ്പെടണം കേട്ടോ. അല്ലാതെ നമ്മൾ ആ ഒരു നിമിഷത്തിൽ കഷ്ടപ്പെടാതെ ഇരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. കഷ്ടപ്പെടുക, മാക്സിമം കഷ്ടപ്പെടുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും നല്ലൊരു ചോദ്യമായിരിക്കാം, നല്ലൊരു എക്സാമിനേഷൻ ആയിരിക്കും, നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാൽ ഉതകുന്ന എല്ലാ സഹായങ്ങളും നിങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.